നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് പോകേണ്ട ട്രെയിനിലല്ലാതെ കയറിയിട്ടുണ്ടോ? അതായത് ചിലപ്പോൾ അറിയാണ്ടായിരിക്കും, ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കും. എന്തായാലും അങ്ങനത്തെ ഒരു ട്രെയിനിൽ കയറി എന്താണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഒരാൾ കയറി, അയാളുടെ കഥയാണ് ഞാൻ കേൾപ്പിച്ചുതരാം. മിസ്റ്റർ രവിക്കാണ് ഇതുണ്ടായത്. ഓക്കെ, രവിയുടെ കഥ കേട്ടോളൂ. ഈ കഥയുടെ പേരാണ് തെറ്റായ ട്രെയിൻ. രവി ജനാലക്കരികിലിരുന്നു. നഗരം ഗ്രാമപ്രദേശവുമായി ചേരുന്നതും നോക്കി. ട്രെയിൻ ചക്രങ്ങളുടെ താളാത്മകമായ ശബ്ദം ഹിപ്നോട്ടിക്കായി അവന് തോന്നി. പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ അടിയിൽ എന്തോ തെറ്റാണെന്ന് അവനോട് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫോൺ കോളിൽ ശ്രദ്ധ തിരിഞ്ഞ് അവൻ പെട്ടെന്ന് ട്രെയിനിൽ കയറി. ഇപ്പോൾ ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ അവൻ്റെ വയറ്റിലൊരു ഞെട്ടൽ അനുഭവപ്പെട്ടു. അവൻ തെറ്റായ ട്രെയിനിലാണ്. മുംബൈയിലേക്ക് തൻ്റെ സ്വപ്ന ജോലിയുടെ അഭിമുഖത്തിൽ പോകേണ്ടതിന് പകരം അവൻ എതിർദിശയിലുള്ള ഒരു അജ്ഞാത പട്ടണത്തിലേക്ക് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പരിഭ്രാന്തനായി. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാം അവൻ ചിന്തിച്ചു. ഈ വഴിത്തിരിവ് എന്തെങ്കിലും മെച്ചപ്പെട്ട വഴിയിലേക്ക് എന്നെ കൊണ്ടുപോയാലോ? അവൻ സംശയിച്ചു. അടുത്ത സ്റ്റേഷനിലെത്തി. ട്രെയിൻ വേഗം കുറഞ്ഞു. അവൻ എഴുന്നേറ്റു. പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് തൊട്ടടുത്ത് അവൻ്റെ അരികിലിരുന്ന ഒരാൾ പറഞ്ഞു, ചിലപ്പോൾ തെറ്റായ ട്രെയിനുകൾ നമ്മെ ശരിയായ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അത് ആഴമേറിയതായി അവന് തോന്നി. രവി തിരികെ വന്നിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. ട്രെയിൻ അവനെ അപരിചിതമായ പ്രദേശങ്ങളിലേക്ക്, കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഉടൻ തന്നെ സൂര്യൻ അസ്തമിച്ചു. ഒരു വിചിത്രമായ ഭയം അവനെ പിടികൂടി. അവൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ സിഗ്നലില്ല. ഉത്കണ്ഠ അവൻ്റെ നെഞ്ചിൽ പിടിമുറുക്കി. ഞാൻ ഇറങ്ങേണ്ടതായിരുന്നു, അവൻ പെറുപിറുത്തു. ഒടുവിൽ ട്രെയിൻ ഒരു ശൂന്യമായ സ്റ്റേഷനിൽ വന്നു നിന്നു. സൈൻ ബോർഡ് തുരുമ്പിച്ച, വായിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേഷൻ. ബാക്കിയുള്ള കുറച്ച് യാത്രക്കാർ ഒരു വാക്കും പറയാതെ പെട്ടെന്ന് ഇറങ്ങി. ട്രെയിൻ ജീവനക്കാരും പുറത്തിറങ്ങി. അപ്പോഴാണ് രവിക്ക് മനസ്സിലായത്, അവൻ മാത്രമാണ് ബാക്കിയെന്ന്. ലൈറ്റുകൾ മിന്നി, വാതിലുകൾ അടഞ്ഞു കിടക്കുന്നു. എൻജിൻ മുഴങ്ങി, പക്ഷേ ട്രെയിൻ നീങ്ങിയില്ല. അവൻ എമർജൻസി ബട്ടൺ അമർത്തി. ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഒരു ശബ്ദം ശൂന്യമായ കമ്പാർട്ട്മെൻറ്റിൽ മുഴങ്ങി, നിനക്ക് പോകാൻ ഒരവസരമുണ്ടായിരുന്നു. ഇനി മടക്കയാത്ര നിന്റെ തീരുമാനമല്ല. ട്രെയിൻ മുന്നോട്ട് നീങ്ങി. പക്ഷേ പുറത്ത് ദൃശ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അന്യഗ്രഹ സമാനവും മാറിക്കൊണ്ടിരിക്കുന്നതും. ജനാലകൾക്കപ്പുറം അനന്തമായ ഇരുട്ട് നീണ്ടു കിടക്കുന്നതും. ട്രാക്കുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതുമായിരുന്നു. ഞാൻ നരകസമാനമായ ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് എന്ന് രവിക്ക് മനസ്സിലായി. ഇനി എനിക്കൊരു തിരിച്ചു പോക്കില്ല എന്ന സത്യവും. അതായത് നമ്മൾ പോകണ ട്രെയിൻ ചില തോന്നിയാസമൊക്കെ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർത്തോളൂ, അത് വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ചൊക്കെ അങ്ങോട്ട് പോയിട്ട് അങ്ങ് നിർത്താമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അത് നമ്മളങ്ങ് പിടിമുറുക്കി കഴിഞ്ഞാൽ പിന്നെ കുതറി മാറാൻ ശ്രമിച്ചാലും നമുക്ക് വിടുതൽ കിട്ടാത്ത രീതിയിൽ നമ്മൾ ബന്ധസ്ഥായി അടിമപ്പെട്ട് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങോട്ടൊക്കെ ഒന്നും എത്താണ്ട് പോണ വഴി ശരിയല്ല എന്ന് കണ്ട അടുത്ത സ്റ്റേഷനിൽ വേഗം ഇറങ്ങുക. അല്ലെങ്കിൽ തിരിച്ചു പോരാനുള്ള ദൂരം കൂടും. ചിലപ്പോൾ തിരിച്ചു പോരാൻ പറ്റിയില്ല എന്നും വരും.